ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തിരഞ്ഞെടുപ്പ് ചൂടിലാണല്ലോ, എല്ലായിടവും തിരഞ്ഞെടുപ്പ് ചൂടാണ്, തിരഞ്ഞെടുപ്പ് ചർച്ചകളാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ പ്രചരണ രംഗത്ത് സജീവമായി കഴിയുകയും ചെയ്തു. റോഡ് ഷോയും ഒക്കെ ആയിട്ട് അങ്ങ് കളം നിറയുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഈ പത്മജ വേണുഗോപാലിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പത്മജ വേണ്ടെന്നാണ് BJP-യുടെയും ഒപ്പം അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെയും നിലപാട്. തൃശ്ശൂരിൽ പത്മജ പ്രചാരണത്തിന് ഇറങ്ങുവാണെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. തൃശ്ശൂരിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ ഇതുവരെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പത്മജ വേണുഗോപാൽ മാതൃഭൂമി ന്യൂസിനോട് പറയുകയും ചെയ്തു. വാക്കുകളിലേക്ക്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായും പ്രചാരണത്തിന് ഇറങ്ങും എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. പക്ഷേ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. MS ലിഷോയുണ്ട്. ലിഷോയ്, ഈ തുടക്കം മുതൽ തന്നെ ഈ പത്മജയ്ക്ക് വലിയൊരു സ്വീകാര്യത കൊടുക്കാത്ത ഒരു നേതാവായിരുന്നു സുരേഷ് ഗോപി. കാരണം ഈ പത്മജ BJP-യിലേക്ക് ചേർന്ന സമയത്ത് നമ്മൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം ചോദിക്കുമ്പോൾ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ, എൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ, മറ്റു കാര്യങ്ങൾ ചോദിക്കരുത് എന്ന് ആദ്യം തന്നെ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി. ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിന് പത്മജ വേണ്ട എന്നൊരു നിലപാട് സംസ്ഥാന ഘടകവും ഒപ്പം സുരേഷ് ഗോപിയൊക്കെ എത്തുമ്പോൾ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെയാണോ ഇതിന് പിന്നിലെ കാരണം? ഇനി ഇത് പത്മജയിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടാക്കുമോ? എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? പത്മജ വേണുഗോപാലുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അതായത് യാതൊരു വിധത്തിലും തന്നോട് ഇതുവരേക്കും തൃശ്ശൂരിൽ പ്രചരണത്തിനിറങ്ങാൻ BJP ആവശ്യപ്പെട്ടിട്ടില്ല. BJP ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യം തനിക്കറിയില്ല. ഇതുവരേക്കും എന്തായാലും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ ഇറങ്ങുമെന്നുള്ളതാണ്. എന്നാൽ BJP-യുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോഴും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമായി അടുത്ത കേന്ദ്രങ്ങളുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സുരേഷ് ഗോപിക്ക് പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ തനിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നതിൽ അതൃപ്തിയുണ്ട്. അത് ആവശ്യമില്ല. അല്ലാതെ തന്നെ തനിക്ക് ഇവിടെ വോട്ട് നേടാനും അല്ലെങ്കിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകാനും കഴിയും എന്നുള്ളൊരു നിലപാടാണ് സുരേഷ് ഗോപി എടുത്തിരിക്കുന്നത്. ജില്ലാ നേതൃത്വവും സുരേഷ് ഗോപിയുടെ നിലപാടിനോട് യോജിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ പത്മജ വേണുഗോപാൽ ഈ മുരളി മന്ദിരത്തിലേക്ക് ആദ്യം എത്തിയ സമയത്ത് BJP-യുടെ ആ മേഖലയിലുള്ള കൗൺസിലർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂറോളം ശേഷമാണ് പിന്നീട് ഇവിടേക്ക് മുരളി മന്ദിരത്തിലേക്ക് പത്മജയെ കാണുന്നതിന് വേണ്ടിയും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എത്തിയത്. അതേസമയം തന്നെ ഇന്നലെ തൃശ്ശൂർ നഗരത്തിൽ തന്നെയുള്ള ഒല്ലൂർ മണ്ഡലത്തിൽ ആയിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾ. പത്മജ സുരേഷ് ഗോപിയെ കാണാൻ മണ്ഡലത്തിലേക്ക് പോവുകയോ സുരേഷ് ഗോപി പത്മജയ്ക്ക് സ്വീകരണം നൽകിക്കൊണ്ട് BJP ഓഫീസിൽ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അങ്ങോട്ടേക്ക് വരികയോ യാതൊരു തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയോ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. എന്തായാലും പത്മജയെ തൃശ്ശൂരിൽ മുന്നിട്ട് നിർത്തിക്കൊണ്ട് ഒരു പ്രചാരണ പരിപാടി നയിക്കേണ്ട ആവശ്യമില്ല BJP-ക്ക് എന്നുള്ള നിലപാടാണ് എന്താണെങ്കിലും പത്മജയെ ഇനി പ്രചാരണത്തിന് ഇറക്കണ്ട, അങ്ങനെ പത്മജ പ്രചാരണത്തിന് ഇറങ്ങി ലഭിക്കുന്ന വോട്ട് തനിക്ക് വേണ്ട എന്നുള്ള നിലപാടിലൊക്കെ തന്നെയാണ് സുരേഷ് ഗോപി. എനിക്ക് തോന്നുന്നു ഇന്ന് ഗുരുവായൂരൊക്കെയാണെന്ന് തോന്നുന്നു ഈ സുരേഷ് ഗോപിയുടെ പ്രചാരണവും റോഡ് ഷോയും അടക്കം നടക്കുന്ന കൺവെൻഷനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു.